നമസ്കാരം. ഓപ്പറേഷൻസ് റിസർച്ചിന്റെ പ്ലേലിസ്റ്റിൽ LPP ക്വസ്റ്റ്യൻസ് സിംപ്ലക്സ് മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. മാത്തമാറ്റിക്കലി മോഡൽ ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. മാത്തമാറ്റിക്കലി ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് മോഡൽ ചെയ്തെടുക്കേണ്ടതെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അറിയാത്തവർ അതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, അത് കണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. വീഡിയോസിന്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഇതിനെ ആദ്യം സിംപ്ലക്സ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കണം. അതായത് ഈ ക്വസ്റ്റ്യനെ മാത്തമാറ്റിക്കലി മോഡൽ ചെയ്തെടുക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എ ഫാർമർ ഹാസ് 1000 acres ഓഫ് ലാൻഡ് ഓൺ വിച്ച് ഹി ക്യാൻ ഗ്രോ corn, wheat or soybeans. Each acre of corn costs ₹100 for preparation, requires 7 man days of work and yields a profit of ₹30. An acre of wheat costs ₹120 to prepare, requires 10 man days of work and yields a profit of ₹40. An acre of soybean costs ₹70 to prepare, requires 8 man days of work and yields a profit of ₹20. If the farmer has ₹1 lakh for preparation and can count on 8,000 man days of work, how many acres should be allocated to each crop to maximize profits? ഇവിടെ 3 തരത്തിലുള്ള ക്രോപ്സ് ആണ് ഈ ഒരു ഫാർമർ കൾട്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണത്? കോൺ, വീറ്റ് ആൻഡ് സോയാബീൻ. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് പ്രോഫിറ്റ് മാക്സിമം ആവുന്ന രീതിയിൽ ഈ ഓരോ ക്രോപ്പും എത്ര ഏക്കേഴ്സ് വീതമാണ് കൃഷി ചെയ്യേണ്ടത്. അതായത് ഓരോ ക്രോപ്പും എത്ര ഏക്കറിൽ വീതം കൃഷി ചെയ്താലാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോ കോൺ എത്ര ഏക്കറിൽ കൃഷി ചെയ്യണം, വീറ്റ് എത്ര ഏക്കർ കൃഷി ചെയ്യണം, ആൻഡ് സോയാബീൻസിന് വേണ്ടി എത്ര ഏക്കർ അലോക്കേറ്റ് ചെയ്യണം. ടോട്ടൽ അദ്ദേഹത്തിന് 1000 acres ഓഫ് ലാൻഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 1000 acres എത്ര വീതം ഈ ഓരോ ക്രോപ്പിലേക്കും അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ഓരോ ക്രോപ്പും നമുക്ക് കണ്ടുപിടിക്കണമല്ലോ എത്ര ഏക്കേഴ്സിലേക്കാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ നമുക്ക് അറിയാത്ത കാര്യമാണ് ഈ കോൺ എത്ര ഏക്കർ കൃഷി ചെയ്യണം അല്ലെങ്കിൽ വീറ്റ് എത്ര ഏക്കർ കൃഷി ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമ്മൾ സപ്പോസ് അസ്യൂം ചെയ്യുക കോൺ X1 acres കൃഷി ചെയ്യണം. നമുക്കറിയില്ല X1 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അറിയാത്ത കാര്യങ്ങൾക്കാണല്ലോ നമ്മൾ വേരിയബിളിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. കോൺ X1 acres കൾട്ടിവേറ്റ് ചെയ്യണം. അതേപോലെ വീറ്റ് X2 acres കൾട്ടിവേറ്റ് ചെയ്യണം. ആൻഡ് സോയാബീൻസ് X3 acres കൾട്ടിവേറ്റ് ചെയ്യണം. അപ്പൊ അത്രയും നമ്മൾ ആദ്യം തന്നെ അസ്യൂം ചെയ്യാം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ ഓരോ ക്രോപ്പിന്റെയും പ്രിപ്പറേഷൻ കോസ്റ്റ് ആണ്. അപ്പൊ പെർ ഏക്കറിലുള്ള പ്രിപ്പറേഷൻ കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, പെർ ഏക്കറിൽ, അതായത് 1 ഏക്കറിൽ കോൺ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കോസ്റ്റ് ₹100 ആണ്. വീറ്റിനാണെങ്കിൽ ₹120 സോയാബീനിലുള്ള പ്രിപ്പറേഷൻ കോസ്റ്റ് ആയിട്ട് വേണ്ടി വരുന്നത് ₹70 ആണ്. പിന്നീട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് മാൻ ഡേയ്സ് ഓഫ് വർക്ക് ആണ്. ഓരോ ക്രോപ്പിനും വേണ്ട മാൻ ഡേയ്സ് ഓഫ് വർക്ക്. കോണിനാണെങ്കിൽ പെർ ഏക്കറിന് 7 മാൻ ഡേയ്സ് ഓഫ് വർക്കും, വീറ്റിനാണെങ്കിൽ 10 മാൻ ഡേയ്സ് ഓഫ് വർക്കും, സോയാബീൻസിനാണെങ്കിൽ 8 മാൻ ഡേയ്സ് ഓഫ് വർക്കും ആവശ്യമാണ്. ഇതെല്ലാം 1 ഏക്കറിലേക്ക് വേണ്ട കണക്കുകളാണ്. നമുക്കറിയാം കോൺ നമ്മൾ 1 ഏക്കർ അല്ല, മറിച്ച് X1 acres ആണ് കൾട്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 ഏക്കർ കോണിന് ₹100 പ്രിപ്പറേഷൻ കോസ്റ്റും 7 മാൻ ഡേയ്സ് ഓഫ് വർക്കും ആവശ്യമാണെങ്കിൽ X1 acresലേക്കായി ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പ്രിപ്പറേഷൻ കോസ്റ്റ് വരും? 1 ഏക്കറിന് ₹100 ആണെങ്കിൽ X1 acresലേക്ക് ₹100 പ്രിപ്പറേഷൻ കോസ്റ്റും, അതേപോലെ 1 ഏക്കറിൽ 7 മാൻ ഡേയ്സ് വേണമെങ്കിൽ അപ്പോ X1 acresലേക്ക് 7 X1 മാൻ ഡേയ്സ് ഓഫ് വർക്ക് വേണ്ടി വരുന്നു. ഇതേപോലെ X2 acres ഓഫ് വീറ്റിന്റെയും X3 acres ഓഫ് സോയാബീൻസിന്റെയും പ്രിപ്പറേഷൻ കോസ്റ്റും മാൻ ഡേയ്സ് ഓഫ് വർക്കും കണ്ടുപിടിക്കാമല്ലോ. ഇനി ക്വസ്റ്റനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഫാർമറിന്റെ കയ്യിൽ ₹1,00,000 ഉള്ളത്. എന്തിനു വേണ്ടിയിട്ട്? പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അദ്ദേഹം കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 ക്രോപ്സിനും വേണ്ടി വരുന്ന രൂപ, അതായത് പ്രിപ്പറേഷൻ കോസ്റ്റ് ആയിട്ട് വേണ്ടി വരുന്ന തുക ഒരിക്കലും അയാളുടെ കയ്യിലുള്ള ഈ 1,00,000-നേക്കാളും കൂടാൻ പാടില്ലല്ലോ. നമുക്ക് കോണിന് 100
100x1 റുപ്പീസും വീറ്റിന് 120x2 റുപ്പീസും സോയാബീൻസിന് 70x3 റുപ്പീസുമാണ് പ്രിപ്പറേഷൻ കോസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂട്ടുമ്പോൾ 1 lakh റുപ്പീസിന് മുകളിലോട്ട് പോകാൻ പാടില്ല. അതായത് 1 lakhോ അതിൽ താഴെയോ ആകാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ കൺസ്ട്രെയിന്റ് കിട്ടിയല്ലോ. അപ്പൊ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് 100x1 പ്ലസ് 120x2 പ്ലസ് 70x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 lakh. ഈ കൺസ്ട്രെയിന്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ കൺസ്ട്രെയിന്റിനെ നമുക്ക് ത്രൂ ഔട്ട് ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. കാരണം ഓരോ കോഎഫിഷ്യന്റും റൈറ്റ് സൈഡിലുള്ള ആ വാല്യൂ 1 lakh എന്ന് പറയുന്നതും 10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 10 വെച്ച് ഈസിലി നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഡിവൈഡ് ചെയ്താൽ 10x1 പ്ലസ് 12x2 പ്ലസ് 7x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10,000 എന്നാവുന്നു ഫസ്റ്റ് കൺസ്ട്രെയിന്റ്. ഇങ്ങനെ കൺസ്ട്രെയിന്റ് ചെറുതാക്കുന്നത് കൊണ്ട് അത് ആൻസറിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് മാത്രമല്ല സിംപ്ലക്സ് ടേബിളിൽ കാൽക്കുലേഷൻ ഈസി ആവുകയും ചെയ്യുന്നു. ഇനി മറ്റൊരു കാര്യം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ടോട്ടൽ 8,000 മാൻ ഡേയ്സ് ഓഫ് വർക്ക് ആണുള്ളതെന്നാണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ക്രോപ്സിന്റെയും മാൻ ഡേയ്സ് ഓഫ് വർക്ക് ടോട്ടൽ ചെയ്താലും ഈ 1000 ഡേയ്സിലോ അല്ലെങ്കിൽ അതിന്റെ താഴെയോ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ സെക്കൻഡ് കൺസ്ട്രെയിന്റ് 7x1 പ്ലസ് 10x2 പ്ലസ് 8x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8,000 എന്ന് വരുന്നു. ഇവിടെ ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. അപ്പൊ ആ കൺസ്ട്രെയിന്റ് അങ്ങനെ തന്നെ കിടക്കട്ടെ. വീണ്ടും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ടോട്ടൽ 1000 acres ഓഫ് ലാൻഡ്സ് ആണ് ഉള്ളത്. നമ്മൾ കോൺ x1 acresഉം വീറ്റ് x2 acresഉം സോയാബീൻസ് x3 acresഉമാണ് കൾട്ടിവേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോ x1 പ്ലസ് x2 പ്ലസ് x3 ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടോട്ടൽ ഏക്കേഴ്സ് ഓഫ് ലാൻഡ് കിട്ടുമല്ലോ. ഈ അളവ് അവൈലബിൾ ആയിട്ടുള്ള 1000 acreനേക്കാൾ കൂടാൻ പാടുണ്ടോ? ഇല്ല. അപ്പോ തേർഡ് കൺസ്ട്രെയിന്റ് x1 പ്ലസ് x2 പ്ലസ് x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000 എന്ന് കിട്ടുന്നു. ഇത്രയുമാണ് കൺസ്ട്രെയിൻസ് ആയിട്ടുള്ളത്. ഈ കൺസ്ട്രെയിൻസിന്റെ ഓർഡർ ചേഞ്ച് ചെയ്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ആദ്യം ഏത് കൺസ്ട്രെയിന്റ് എഴുതണം, രണ്ടാമത് ഏത് എഴുതണം, അങ്ങനെ പ്രത്യേകിച്ച് റൂൾ ഒന്നുമില്ല. ഇനി എന്താണ് ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ? ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് മാക്സിമം ആക്കുന്നതിന് വേണ്ടി ടോട്ടൽ ലാൻഡ് ഓരോ ക്രോപ്സിലേക്കും ഡിവൈഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പ്രോഫിറ്റിന്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ. 1 ഏക്കർ കോണിൽ നിന്ന് 30 റുപ്പീസ് ആണ് പ്രോഫിറ്റ് ഇനത്തിൽ കിട്ടുക. അപ്പോൾ x1 acres ഓഫ് കോണിൽ നിന്ന് 30x1 റുപ്പീസും 1 ഏക്കർ വീറ്റിൽ നിന്ന് 40 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടുമ്പോൾ x2 acres ഓഫ് വീറ്റിൽ നിന്ന് 40x2 റുപ്പീസും 1 ഏക്കർ സോയാബീൻസിൽ നിന്ന് 20 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ x3 acres ഓഫ് സോയാബീൻസിൽ നിന്ന് 20x3 റുപ്പീസും പ്രോഫിറ്റ് ആയി കിട്ടുന്നു. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് കാണാൻ ഇത് ആഡ് ചെയ്താൽ മതിയല്ലോ. പ്രോഫിറ്റ് ആയതുകൊണ്ട് മാക്സിമൈസേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമൈസ് ഇസഡ് ഈക്വൽ ടു 30x1 പ്ലസ് 40x2 പ്ലസ് 20x3 എന്ന് നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കിട്ടുന്നു. അപ്പോൾ സെഡിനെ മാക്സിമൈസ് ചെയ്യണം സബ്ജക്ട് ടു 3 കൺസ്ട്രെയിൻസ്. ഇനി ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. എല്ലാ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് റീറൈറ്റ് ചെയ്യുക. ഫസ്റ്റ് സിംപ്ലക്സ് ടേബിൾ ഫിൽ ചെയ്യുക. ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഡെൽറ്റ ജെ വാല്യൂസിൽ നെഗറ്റീവ് വന്നിരിക്കുന്നതുകൊണ്ട് ഒപ്റ്റിമ ആയിട്ടില്ല. -40ക്ക് നേരെയുള്ള x2 ആണ് ഇൻകമിംഗ്. x2വിന്റെ കോളത്തിനെ ഇൻകമിംഗ് കോളം, പിവോട്ട് കോളം അല്ലെങ്കിൽ കീ കോളം എന്നൊക്കെ വിളിക്കാറുണ്ട്. ഞാനിവിടെ അതിനെ കീ കോളം എന്ന് വിളിക്കുകയാണ്. കാരണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വേറൊരു രീതിയിലാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഏത് മെത്തേഡാണ് ഈസി എന്ന് കമന്റ്സിലൂടെ അറിയിക്കുമല്ലോ. അപ്പോ ഇൻകമിംഗ് ആയ x2വിന്റെ കോളത്തിനെ കീ കോളം, ചുരുക്കി KC എന്ന് വിളിക്കാം. ഇനി മിനിമം റേഷ്യോ കോളം തീറ്റ കണ്ടുപിടിക്കുക. അപ്പോൾ S2 ആണ് ഔട്ട് ഗോയിങ് എന്ന് മനസ്സിലാകുന്നു. S2വിന്റെ റോ, ഔട്ട് ഗോയിങ് റോ, പിവട്ട് റോ അല്ലെങ്കിൽ കീ റോ എന്നൊക്കെ പറയാം. നമുക്കിവിടെ കീ റോ എന്ന് തന്നെ വിളിക്കാം. അതിനെ ചുരുക്കി KR എന്നാക്കാം. പിന്നെ കീ എലമെന്റ് 10 ആണല്ലോ. കീ എലമെന്റ് എന്നുള്ളതും ചുരുക്കി KE എന്നാക്കുകയാണ്. ഇനി സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിലേക്ക് കീ റോയിനെ കീ എലമെന്റ് ആയ 10 വെച്ച് ഡിവൈഡ് ചെയ്ത് എഴുതുക. CB കോളത്തിലും B കോളത്തിലും ആവശ്യം വേണ്ട ചേഞ്ചസും വരുത്തുക. അപ്പോൾ x2വിന്റെ കോളം ആണല്ലോ കീ കോളം KC. ഇനി ഈ കീ കോളത്തിലുള്ള എലമെന്റ്സിനെ കീ കോളം എലമെന്റ്സ് KCE എന്ന് വിളിക്കാം. ഔട്ട് ഗോയിങ് വേരിയബിൾ S2വിന്റെ റോ ആണല്ലോ കീ റോ, അതായത് KR. അപ്പൊ KRലുള്ള വാല്യൂസിനെ കീ റോ എലമെന്റ്സ് എന്ന് വിളിക്കാം, അഥവാ KRE. അപ്പോൾ KCE, KRE ആൻഡ് KE ഈ 3 ഷോർട്ട് ഫോംസ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിന്റെ ഫസ്റ്റ് റോയിലെ കാൽക്കുലേഷനിലേക്ക് പോകാം. ഫസ്റ്റ് ടേബിളിൽ
കീ എലമെന്റിന്റെ മുകളിലുള്ള ഫസ്റ്റ് റോയിലെ വാല്യൂ 12 ആണല്ലോ. അപ്പൊ 12നെ ഇനി നമുക്ക് 0 ആക്കി ഫസ്റ്റ് റോയിനെ ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്യേണ്ട വാല്യൂസിനെ ഓൾഡ് എലമെന്റ്സ് എന്ന് വിളിക്കാം. ചേഞ്ച് ചെയ്ത് കിട്ടുന്ന പുതിയ വാല്യൂസിനെ ന്യൂ എലമെന്റ്സ് എന്നും വിളിക്കാം. ഇനി ഒരു ഇക്വേഷൻ നോക്കാം. ന്യൂ എലമെന്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ്. നമുക്കിനി ഈ സിംപ്ലക്സ് ടേബിൾ ഫുൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇക്വേഷൻ നോക്കുക. ന്യൂ എലമെന്റ് ഈക്വൽ ടു ഓൾഡ് എലമെന്റ് മൈനസ് കീ കോളം എലമെന്റ് ഇൻറ്റു കീ റോ എലമെന്റ് ഡിവൈഡഡ് ബൈ കീ എലമെന്റ്. അപ്പൊ ഷോർട്ട് ഫോംസ് നമുക്കറിയാം. അത് ഇവിടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓൾഡ് എലമെന്റ് മൈനസ് KCE ഇൻറ്റു KRE ഡിവൈഡഡ് ബൈ KE എന്നാകുന്നു. കീ എലമെന്റ് 10 ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഓൾഡ് എലമെന്റ് മൈനസ് KCE ഇൻറ്റു KRE ഡിവൈഡഡ് ബൈ 10 എന്നാകുന്നു ഇക്വേഷൻ. ഇനി KCEയുടെ വാല്യൂ എന്താണെന്ന് നോക്കാം. അതിനായി സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിൾ എടുക്കുക. ഓൾഡ് എലമെന്റ് ആയ 10,000ന്റെ KCE എന്താണെന്നറിയാൻ 10,000ന്റെ നേരെ കീ കോളത്തിലുള്ള വാല്യൂ എന്താണെന്ന് നോക്കുക. 12 ആണ്. ഇനി ഓൾഡ് എലമെന്റ് 10ന്റെ KCEയോ അതിന് 10ന് നേരെയുള്ള കീ കോളത്തിലുള്ള വാല്യൂ നോക്കിയാൽ മതി. അതും 12 തന്നെയാണല്ലോ. നെക്സ്റ്റ് ഓൾഡ് എലമെന്റ് 12 ആണ്. അത് ഇറ്റ്സെൽഫ് കീ കോളത്തിൽ തന്നെ ആയതുകൊണ്ട് അതിന്റെ KCE 12 തന്നെയാണ്. അങ്ങനെ ആ റോയിലെ ഏതു വാല്യൂ എടുത്തു നോക്കിയാലും അതിന്റെ എല്ലാം KCE 12 തന്നെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇക്വേഷനിൽ KCEയുടെ പ്ലേസിൽ നമുക്ക് 12 കൊടുക്കാമല്ലോ. അപ്പോൾ ഫസ്റ്റ് റോ ചേഞ്ച് ചെയ്യാനുള്ള ഇക്വേഷൻ ന്യൂ എലമെന്റ് ഈക്വൽ ടു ഓൾഡ് എലമെന്റ് മൈനസ് 12 ഇൻറ്റു KRE ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടുന്നു. ഇതിലെ KREക്ക് നമുക്ക് ഒരു ഒറ്റ വാല്യൂ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം ഓരോ ഓൾഡ് എലമെന്റിന്റെയും KRE ഡിഫറെന്റ് ആണ്. ഓൾഡ് എലമെന്റ് ആയ 10,000ന്റെ KRE എന്താണെന്നറിയാൻ 10,000ന് താഴെ കീ റോയിലേക്ക് നോക്കുക. അവിടെയുള്ള വാല്യൂ എന്താണ്? 8,000. അങ്ങനെ ഓരോ ഓൾഡ് എലമെന്റിനും അതിന്റെ നേരെ കീ റോയിലേക്ക് നോക്കുമ്പോൾ കറസ്പോണ്ടിങ് KRE നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ വാല്യൂസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് XB കോളത്തിലെ ന്യൂ എലമെന്റിനെ കണ്ടുപിടിക്കാം. ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഓൾഡ് എലമെന്റ് മൈനസ് 12 ഇൻറ്റു KRE ഡിവൈഡഡ് ബൈ 10. XBയുടെ ഓൾഡ് എലമെന്റ് 10,000 ആണ്. 10,000ന്റെ KRE 8,000 ആണ്. അപ്പോ XBയുടെ ന്യൂ എലമെന്റ് 10,000 മൈനസ് 12 ഇൻറ്റു 8,000 ഡിവൈഡഡ് ബൈ 10. 8,000ന്റെയും 10ന്റെയും ഓരോ സീറോസ് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 10,000 മൈനസ് 12 ഇൻറ്റു 800 ആവുന്നു. അതായത് 10,000 മൈനസ് 9,600 എന്നാവുന്നു. വീണ്ടും അത് മൈനസ് ചെയ്യുമ്പോൾ ആൻസർ 400. അതായത് XBയുടെ ന്യൂ എലമെന്റ് ആണ് 400. ഇനി X1ന്റെ ന്യൂ എലമെന്റ് കിട്ടാൻ വേണ്ടി X1ലെ ഓൾഡ് എലമെന്റ് 10ഉം 10ന്റെ KRE 7ഉം ആണല്ലോ. അപ്പോ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ X1ന്റെ ന്യൂ എലമെന്റ് കണ്ടുപിടിക്കാനായിട്ട് 10 മൈനസ് 12 ഇൻറ്റു 7/10 ചെയ്താൽ മതി. അതായത് ആൻസർ 8/5 എന്ന് കിട്ടുന്നു. ഇനി X2ലെ 12ന്റെ ന്യൂ വാല്യൂ കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ 12നെ 0 ആക്കാനാണ് നമ്മൾ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഡയറക്റ്റ് 0 എന്ന് അങ്ങോട്ട് എഴുതിയാൽ മതി. എന്നാലും നമുക്ക് 0 തന്നെയാണോ കിട്ടുന്നതെന്ന് നോക്കാം. 12ന്റെ KRE 10 ആണല്ലോ. അപ്പോ 12 മൈനസ് 12 ഇൻറ്റു 10/10. 10ഉം 10ഉം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 12 മൈനസ് 12 ദാറ്റ് ഇസ് ആൻസർ 0 എന്ന് കിട്ടുന്നു. ഇനി X3യുടെ ന്യൂ എലമെന്റ് കണ്ടുപിടിക്കാം. ഓൾഡ് എലമെന്റ് 7ഉം KRE 8ഉം ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 7 മൈനസ് 12 ഇൻറ്റു 8/10 ആൻസർ മൈനസ് 13/5 എന്ന് കിട്ടുന്നു. ഇനി S1ന്റെ ന്യൂ എലമെന്റ് കണ്ടുപിടിക്കാം. അത് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ പറയാൻ സാധിക്കും ആൻസർ 1 ആണെന്ന്. കാരണം എന്താണ്? ആൻസർ അറിയാവുന്നവർ കമന്റ് ചെയ്യണേ. എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. S1ന്റെ ഓൾഡ് എലമെന്റ് 1ഉം KRE 0ഉം ആണ്. അപ്പോൾ ന്യൂ എലമെന്റ് 1 മൈനസ് 12 ഇൻറ്റു 0/10 ദാറ്റ് ഇസ് 1 മൈനസ് 0 ആൻസർ 1. ഇനി നെക്സ്റ്റ് S2ന്റെ ഓൾഡ് എലമെന്റ് 0ഉം KRE 1ഉം ആണ്. അപ്പൊ ന്യൂ എലമെന്റ് 0 മൈനസ് 12 ഇൻറ്റു 1/10 ദാറ്റ് ഇസ് മൈനസ് 12/10 ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ മൈനസ് 6/5 എന്ന ആൻസർ കിട്ടുന്നു. S3യുടെ ഓൾഡ് എലമെന്റും KREയും 0 ആണ്. അപ്പോൾ ന്യൂ എലമെന്റ് 0 തന്നെയായിരിക്കുമല്ലോ. അങ്ങനെ സെക്കൻഡ് ടേബിളിലെ ഫസ്റ്റ് റോ കിട്ടി. ഇനി ഫസ്റ്റ് ടേബിളിന്റെ തേർഡ് റോയെ ചേഞ്ച് ചെയ്യാം. വീണ്ടും നമ്മൾ ഇക്വേഷൻ എടുക്കുക. ഓൾഡ് എലമെന്റ് മൈനസ് KCE ഇൻറ്റു KRE ഡിവൈഡഡ് ബൈ 10. കീ എലമെന്റ് 10 തന്നെയാണ്, അത് മാറുന്നില്ലല്ലോ.
പക്ഷെ KC നേരത്തെ പോലെ 12 അല്ല ഇവിടെ. തേർഡ് റോയിലെ എലമെന്റ്സിന്റെ KC 1 ആണ്. അതായത് ഓരോ വാല്യൂസിൽ നിന്നും കീ കോളത്തിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ അതിവിടെ 1 ആണ്. അപ്പോൾ തേർഡ് റോയിന്റെ കാൽക്കുലേഷൻ ഉപയോഗിക്കേണ്ട KCE വാല്യൂ 1 ആണ്. KRE നേരത്തെ പറഞ്ഞ പോലെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ന്യൂ ഇക്വേഷൻ എന്താവുന്നു? ഓൾഡ് എലമെന്റ് മൈനസ് 1 into KRE divided by 10. അപ്പൊ 1 into KRE തന്നെയാണല്ലോ. അപ്പൊ ഓൾഡ് എലമെന്റ് മൈനസ് KRE by 10 എന്നാവുന്നു തേർഡ് റോയുടെ കാൽക്കുലേഷൻ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. ഇനി ഓരോന്നായി കണ്ടുപിടിക്കാം. XBയുടെ ഓൾഡ് എലമെന്റ് 1000ഉം KRE 8000ഉം ആണ്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ 200 എന്ന് കിട്ടുന്നു. X1, X2, X3, S1, S2 ആൻഡ് S3 എന്നിവയുടെ ന്യൂ എലമെന്റിന്റെ കാൽക്കുലേഷൻ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. വീഡിയോ പോസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വാല്യൂസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ സെക്കൻഡ് ടേബിളും കംപ്ലീറ്റ് ആയി. ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും ΔJ വാല്യൂ നെഗറ്റീവ് കിട്ടുന്നു. ഇത്തവണ X1ന്റെ കോളമാണ് കീ കോളം. തീറ്റ കോളം കണ്ടുപിടിക്കുമ്പോൾ S1ന്റെയാണ് കീ റോയായി കിട്ടുന്നത്. കീ എലമെന്റ് 8/5 ആണെന്നുള്ളത് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് തേർഡ് ടേബിൾ ഉണ്ടാക്കണം. ബി കോളത്തിലും CB കോളത്തിലും ആവശ്യം വേണ്ട ചേഞ്ചസ് വരുത്തുക. എന്നിട്ട് കീ റോയിനെ 8/5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പുതിയ ടേബിളിന്റെ ഫസ്റ്റ് റോ ആയിട്ട് എഴുതാം. 8/5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 5/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതിയെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇനി നമുക്ക് സെക്കൻഡ് റോനെ ചേഞ്ച് ചെയ്യാം. ഇക്വേഷൻ ന്യൂ എലമെന്റ് ഈക്വൽ ടു ഓൾഡ് എലമെന്റ് മൈനസ് KCE into KRE ഡിവൈഡഡ് ബൈ KE. കീ എലമെന്റ് 8/5 ആണല്ലോ. അപ്പോൾ ഓൾഡ് എലമെന്റ് മൈനസ് KCE into KRE ഡിവൈഡഡ് ബൈ 8/5 എന്നാകുന്നു. ഇനി സെക്കൻഡ് റോയിലെ എല്ലാ വാല്യൂസിന്റെയും KCE 7/10 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഓൾഡ് എലമെന്റ് മൈനസ് 7/10 into KRE ഡിവൈഡഡ് ബൈ 8/5 എന്നാവുന്നു. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഡിവൈഡ് ചെയ്തിരിക്കുന്ന 8/5നെ റെസിപ്രോക്കൽ എടുത്ത് ന്യൂമറേറ്ററിന്റെ ഒപ്പം കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുക. 5ഉം 10ഉം കൂടെ ക്യാൻസൽ ചെയ്ത് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓൾഡ് എലമെന്റ് മൈനസ് 7/16 into KRE എന്നാവുന്നു ഇക്വേഷന്റെ സിംപ്ലിഫൈഡ് ഫോം. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് സെക്കൻഡ് റോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വാല്യൂസ് ചെക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് സെക്കൻഡ് റോയിലെ വാല്യൂസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി തേർഡ് റോ ചേഞ്ച് ചെയ്യാനുള്ള ഇക്വേഷൻ ഉണ്ടാക്കാം. ഓൾഡ് എലമെന്റ് മൈനസ് KCE into KRE ഡിവൈഡഡ് ബൈ 8/5 ആണല്ലോ നമ്മുടെ ഇക്വേഷൻ. തേർഡ് റോയുടെ KCE 3/10 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓൾഡ് എലമെന്റ് മൈനസ് 3/10 into KRE ഡിവൈഡഡ് ബൈ 8/5 എന്ന് വരുന്നു. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഓൾഡ് എലമെന്റ് മൈനസ് 3/16 into KRE എന്നാവുന്നു തേർഡ് റോയുടെ ന്യൂ എലമെന്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. തേർഡ് റോയുടെ കാൽക്കുലേഷനും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ തേർഡ് റോയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യാം. ഇപ്പോൾ എല്ലാ ΔJ വാല്യൂസും പോസിറ്റീവ് ആയതുകൊണ്ട് ഒപ്റ്റിമം അറ്റൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ബി കോളവും XB കോളവും കൂടെ ചേർത്ത് സൊല്യൂഷൻ എഴുതാം. X1ന്റെ വാല്യൂ 250, X2ന്റെ വാല്യൂ 625, X3 ബി കോളത്തിൽ ഇല്ലാത്തതുകൊണ്ട് X3യുടെ വാല്യൂ 0 ആയിട്ട് എടുക്കുക. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ 32,500 എന്ന് കിട്ടുന്നു. നമ്മൾ ഇസഡിന്റെയും X1, X2, X3യുടെയും ഒക്കെ വാല്യൂസ് കണ്ടുപിടിച്ചല്ലോ. എന്തായിരുന്നു ഇതൊക്കെ? കോൺ കൾട്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലാൻഡിന്റെ അളവാണ് X1. അതായത് X1 acres ഓഫ് ലാൻഡിലാണ് നമ്മൾ കോൺ കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. X1ന്റെ വാല്യൂ 250 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ആകെയുള്ള 1000 ഏക്കറിൽ 250 ഏക്കർ നമ്മൾ കോൺ കൃഷി ചെയ്യണം. X2ന്റെ വാല്യൂ 625 ആണ്. അപ്പോൾ 625 ഏക്കറാണ് വീറ്റ് കൃഷി ചെയ്യേണ്ടത്. 1000 ഏക്കറിൽ ഇനിയും സ്ഥലം ബാക്കിയുണ്ട്. എന്നാലും X3യുടെ വാല്യൂ 0 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 0 acres ഓഫ് ലാൻഡിലാണ് നമ്മൾ സോയാബീൻ കൃഷി ചെയ്യേണ്ടത്. അതായത് സോയാബീൻ കൃഷി ചെയ്യാനേ പാടില്ല. ഈ ഒരു രീതിയിൽ കൃഷി ഇറക്കിയാലാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക. ഇവിടെ മാക്സിമം പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന വാല്യൂ ആണ് 32,500 rupees. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത് മനസ്സിലായോ? നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത്. ഏത് മെത്തേഡാണ് ഈസി എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്